ിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിയതിന് ശേഷം ജനങ്ങളൊരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? എന്താണ് ഒരു പ്രതീക്ഷ? തെരഞ്ഞെടുപ്പ് ഡിക്ലറിന് ശേഷം ഒരുവിധം എല്ലാ ദിവസവും ഞാനിവിടെ ഉണ്ടായിരുന്നു. വലിയൊരു മണ്ഡലമാണ്. 7 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. ഇന്നോടെ 7 അസംബ്ലി മണ്ഡലങ്ങളും ഒരു റൗണ്ട് ഒന്ന് കവർ ചെയ്ത് കഴിയും. ജനങ്ങളോടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ജനങ്ങളെ കണ്ടു, ഒരുപാട് യുവതിയുവാക്കളെ കണ്ടു, ഒരുപാട് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ളവരുമായിട്ടും സംസാരിച്ചു വരുന്നു. വലിയ പ്രതീക്ഷയാണുള്ളത്. കാരണം ഇന്ന് കേരളത്തിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും മാറ്റം വളരെ അനിവാര്യമാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി ശ്രീ നരേന്ദ്രമോദിജി ഇന്ത്യയെ നയിക്കുന്നു. ഈ 10 വർഷത്തിൻ്റെ ഇടയിൽ ഇന്ത്യ വലിയൊരു മാറ്റമാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യ ഒരു വശത്ത് ആദ്യത്തെ 67 വർഷത്തിൽ കാണാത്ത രീതിയിലുള്ള വികസനം. ഇപ്പോൾ IMF ആയാലും വേൾഡ് ബാങ്ക് ആയാലും എല്ലാ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും പറയുന്നു നമ്മൾ ഇന്ന് ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യമാണ്. ഒരു സൈഡിൽ വികസനം വേഗത്തിൽ വളരുക, പക്ഷെ അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ 140 കോടി ജനങ്ങൾക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, പ്രയാസ്. അപ്പം ഈ ഫിലോസഫിയോടെ മുന്നോട്ട് പോകാൻ വേണ്ടി 140 കോടി ജനങ്ങൾക്കും എന്തെങ്കിലും രീതിയിലുള്ള എംപവർമെൻറ്റ്, സശക്തീകരണ സ്കീം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 4 കോടി ഭവനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, 11 കോടി ടാപ്പ് വാട്ടർ കണക്ഷനുകൾ, ആയുഷ്മാൻ ഭാരതിൻ്റെ 55 കോടി ജനങ്ങൾക്ക്. അങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ഓരോ പ്രാവശ്യം ഞാൻ കേരളത്തിൽ വരുമ്പോഴും കഴിഞ്ഞ 17 വർഷത്തിൽ സത്യം പറഞ്ഞാൽ ഞാനൊരു പ്രവാസിയാണ്. 7 കൊല്ലം അമേരിക്കയിലായിരുന്നു, 10 വർഷം ഞാൻ ഡൽഹി ബേസ്ഡാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഓരോ പ്രാവശ്യം വരുമ്പോഴും എനിക്ക് വിഷമമാണ് കാണുന്നത്. കാര്യം ബാക്കി എല്ലായിടത്തും വളരെ വേഗത്തിൽ മുന്നേറുന്നു, പക്ഷേ ഇവിടെ വികസനമൊന്നും നടക്കാതെ മുരടിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ യുവാക്കൾ, ഞാൻ ഇപ്പോൾ മത്സരിക്കുന്ന ഈ പത്തനംതിട്ട ജില്ല ലോകത്തിലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളൊക്കെ ഉള്ളൊരു ജില്ലകളിലൊന്നാണത്. പ്രവാസികൾ ഒരുപാട് പേർ പോകുന്നു. അവർ ഈ സംസ്ഥാനത്തിൻ്റെ നമ്മുടെ ഏറ്റവും വലിയ ശക്തി ഇവരാണ്. പക്ഷേ ഒരുപാട് യുവാക്കൾ അവർ പോകുന്നത് ഇവിടെ ഒരു അവസരങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ചുറ്റുമുള്ള ജില്ലകൾ വെച്ച് നോക്കുമ്പോൾ പോലും ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു വ്യവസായവുമില്ല, ചെറുകിട വ്യവസായങ്ങളില്ല. ടൂറിസത്തിന് ഒരുപാട് പൊട്ടൻഷ്യലുണ്ട്. അപ്പം പിൽഗ്രിമേജ് ടൂറിസത്തിന് ഒരുപാട് പൊട്ടൻഷ്യലുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും പൊട്ടൻഷ്യലിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യമില്ല. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഒരുപാട് നാളായിട്ട് ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലെല്ലാം അവിടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ കുറവാണ്, കണക്ടിവിറ്റി വളരെ കുറവാണ്. ഇതൊക്കെയാണ് ഇപ്പോഴും ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ശ്രീ നരേന്ദ്രമോദിജി വന്നു കഴിഞ്ഞിട്ട് അവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഞാൻ അവിടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാനവിടെ മിസോറാമിലെ ഇലക്ഷൻ ഇൻചാർജായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ അവിടെ പോലും ഇപ്പോൾ ഇതിനെ കഴിഞ്ഞ് നല്ല റോഡുകളൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെ ഇവിടെ ഈ കേരളം സത്യം പറഞ്ഞാൽ മുരടിച്ച് വരികയാണ്.